നല്ല ഉറക്കം കഴിഞ്ഞേച്ച് വന്നതാ. ഇത് നമ്മുടെ അയ്യപ്പാനെയാണ് കേട്ടോ, പൈൽസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഏതാ ചേച്ചി? ഈ കാണുന്നത് ഇത് എന്നതിനുള്ള പൈൽസിന് അല്ല, ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? ഇത് അതിന്റെ നീര് വെറും വയറ്റിൽ കഴിക്കണോ? നമുക്കിത് ഓടിക്കാൻ പറ്റുമോ? നമുക്ക് ഇവിടെ ഒന്നും കുടിക്കാൻ പാടില്ല. അതാ ഞങ്ങൾക്ക് അറിയാം. ഇതാണ് നമ്മുടെ ഈ മുറുകൂട്ടിയാണ് കേട്ടോ. മുറുകിനൊക്കെ നമ്മള് അതിന്റെ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. അതറിയാം. ബട്ട് നമ്മുടെ നാട്ടിലെ കൊള്ളാല്ലേ. നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്, തോരൻ വെച്ച് കഴിക്കാൻ നല്ലതാണ്, കണ്ണിനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. ഇതാ കാണുന്നത്, ഇതിനൊക്കെ കാഴ്ച കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഈ നാരകം, നമ്മുടെ കറുനാരകം, വടുകപ്പുളി നാരകം എന്നൊക്കെ പറയത്തില്ലേ, ഇത് നമ്മുടെ മധുരത്തുളസി, ഷുഗർകാർക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഷുഗർ ഫ്രീ പോലെ തന്നെ ഉപയോഗിക്കാം. ഭക്ഷണത്തോടുള്ള കൂടുതലായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ശമിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്നതാണ്. പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി മധുരമുള്ള സ്റ്റീവിയ എന്ന് കൂടെ ഒരു പേരുണ്ട് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ പുകയില, സിഗരറ്റിനകത്ത് പീടിക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന പുകയിലയാണ് ടൊബാക്കോ എന്ന് പറയുവേ. ഇത് നമ്മുടെ എള്ളാണ് ആ കാണുന്നത്. ഇത് നമ്മുടെ കലപ്പയേന്തിയ കർഷകന്റെ സ്റ്റാച്ചു ആണ്. പച്ചക്കറിത്തോട്ടം ആയതുകൊണ്ടാണ് കലപ്പയേന്തിയ കർഷകന്റെ സ്റ്റാച്ചു വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഏതം തോട്ടത്തിന്റെ പ്രൊമോഷനാണ്. ഇവിടുത്തെ വെജിറ്റബിളൊക്കെ നമുക്ക് അവിടെ സ്റ്റാളുണ്ട് കേട്ടോ. സ്റ്റാളിൽ കൊടുക്കുന്നുണ്ടേ. നാടനല്ലേ? വിഷം അടിക്കാത്തതാണ് കേട്ടോ. നമ്മുടെ കയർ മേക്കിംഗ് ഏരിയയാണ്. ചേച്ചിമാരിവിടെ കയർ ഉണ്ടാക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് കൊണ്ട് വാങ്ങിക്കാവേ. ഇത് നമ്മുടെ ആൽമാവ് കറയാണ്. ആൽമാവ് നമ്മളിതിനെ ആൽമാവ് കറ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ വാട്ടർ ATM ആണ്. 5 രൂപ കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം, 10 രൂപ കഴിഞ്ഞാൽ 2 ലിറ്റർ വെള്ളം കിട്ടും. നമ്മുടെ കുപ്പി ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഇത് നമ്മുടെ പോട്ട് മേക്കിംഗ് ഏരിയ ആണ്. എക്സ്ട്രാ പേയ്മെന്റ് വരുന്നതാണ്. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടന്റെ സഹായത്തോടു കൂടി നമുക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാം. ഉണ്ടാക്കുന്ന പാത്രം നമ്മുടെ വീടുകളിൽ കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇളനീർ പന്തലാണ്. നമ്മുടെ ഇവിടുത്തെ കരിക്ക് തന്നെയാണ് സെയിം ഉള്ളത്. വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഇത് നമ്മുടെ റൈഡ് ഏരിയയാണ്. ലിഫ്റ്റ് കൂട്ടുകാർ പെൻഡിൽ വെക്കണം. നമ്മുടെ ടിക്കറ്റ് ഇൻക്ലൂഡാണ്, നമുക്ക് കയറാവുന്നതാണേ. നേരത്തെ സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ അല്ല, പല ഗൈഡാണ് വരുന്നത്. ചിലപ്പോൾ നമുക്ക് ചില ഗൈഡുകൾ മറിഞ്ഞു തരണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. ചിലർ എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടെല്ലാം പറഞ്ഞു തരും. ചിലർ ഒന്നും പറഞ്ഞു തരില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരും. അപ്പം നമുക്ക് എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകാതെ പോകും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ കോട്ടയറ്റാണ് കേട്ടോ, ഫാം കോട്ടയം. ഇതിന്റെ റേറ്റ് ഒക്കെ നമ്മുടെ ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ഫാം ഏരിയ ആണ്. ഇവിടെ കാടക്കോഴി ഉണ്ട്, ഗിനിപ്പത്തി ഉണ്ട്. ഇത് കണ്ടോ അവിടെ കടോ നോക്കി കാടക്കോഴി, നാടൻ കോഴി, കരിക്കോഴി, ടർക്കി കോഴി, വൈറ്റ് ക്യൂസ്, ഗിനിക്കോഴിയൊക്കെ ഉണ്ട്. ഇതിന്റെ മുട്ടയൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ്. കരിക്കോഴിയുടെ ഇറച്ചി മുട്ടയൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. കരിക്കോഴിയുടെ ഇറച്ചി വെള്ളം നോക്കുന്നത് ടർക്കിനെ കണ്ടോ? ടർക്കി കോഴി, കുട്ടനാടൻ ഡക്ക്. ഇത് നമ്മുടെ പീനട്ട് ബട്ടർ ആണേ, കടലപ്പഴം എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. നമുക്ക് പട്ടിക്കുട്ടന്മാരുണ്ട്, റാബിറ്റ് ഉണ്ട്. ഇത് നമ്മുടെ കാട്ട് റബ്ബറാണ് കേട്ടോ. ഇവിടെ നമുക്ക് 2 എമുപ്പക്ഷിയുണ്ട്. പെൺപക്ഷി മുട്ടയിട്ട് ചാൻപക്ഷിയാണ് അവിടെ ഇരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പക്ഷിയാണ് എമ്മു. ഇതിന്റെ മുട്ടയ്ക്ക് മാർക്കറ്റിൽ 1000 രൂപയാണ് വില വരുന്നത്.